ഹായ് എല്ലാവർക്കും വൈറ്റ് ബോർഡ് ബൈ അപർണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, സി ടെറ്റ് മുതലായ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെ പറ്റിയിട്ടായിരിക്കും. ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ജൂണിൽ നടക്കാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ടീച്ചിങ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന ടോപ്പിക്കാണ്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സാണ്, ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, ടീച്ചിങ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അധ്യാപനത്തിൻ്റെ സ്വഭാവം എന്താണെന്നാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. അധ്യാപനം എന്നത് കേവലം ഒരു അറിവ് പകരൽ അല്ല, മറിച്ച് കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. അതായത് നോളജ് ഷെയറിങ് മാത്രമല്ല അധ്യാപനം എന്ന് പറയുന്നത്, പകരം എന്തും കൂടി നമ്മളതിൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിത്വ വികസനം കൂടി വ്യക്തിത്വ വികസനത്തിനും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു സങ്കീർണമായ പ്രോസസ്സിനെയാണ് നമ്മൾ അധ്യാപനം അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അതാണ് അധ്യാപനത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ. ഇനി അധ്യാപനം ഒരേ സമയം ഒരു കലയും ഒരു ശാസ്ത്രവുമാണ്. എങ്ങനെയാണത് കലയാകുന്നത്? അവിടെ സർഗാത്മകമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് അതൊരു കലയായിട്ട് മാറുന്നു. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും അതിനനുസരിച്ചുള്ള തിയറീസിലൂടെയും സിദ്ധാന്തങ്ങളിലൂടെയും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതിനാൽ അതൊരു ശാസ്ത്രവും ആണ്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾ ക്രിയേറ്റീവായി ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആവാറുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ പ്ലാനിങ് നടത്തുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് അധ്യാപനം എന്ന് പറയുന്നത്. ഇനി ഇതൊരു ട്രൈപോളാർ പ്രോസസ്സാണെന്ന് പറയാം. ഈ ട്രൈപോളാർ പ്രോസസ്സ് അല്ലെങ്കിൽ ത്രിധ്രുവ പ്രക്രിയ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ജോൺ ഡൂയിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അധ്യാപനത്തിൽ അധ്യാപകൻ, വിദ്യാർത്ഥി, പാഠ്യപദ്ധതി, ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പോളാർസ് എന്ന് പറയുന്നത്? അധ്യാപകൻ, വിദ്യാർത്ഥി, പാഠ്യപദ്ധതി. ഈ 3 ഘടകങ്ങൾ അടങ്ങിയ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? അധ്യാപനം എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ട്രൈപോളാർ പ്രോസസ്സാണെന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ജോൺ ഡൂയിയാണ്. ആശയവിനിമയ പ്രക്രിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു വൺ വേ പ്രോസസ്സ് അല്ല. അധ്യാപകൻ മാത്രം സംസാരിക്കുകയും കുട്ടികൾ വെറും പാസീവായിട്ടുള്ള സ്വീകർത്താവായി ഇരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല അധ്യാപനം. ഇതൊരു 2 വേ പ്രോസസ്സാണ്. ഇതിൽ 2 പേരും ആക്റ്റീവാണ്, കുട്ടിയും അധ്യാപകനും. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള അർത്ഥവത്തായ ആശയവിനിമയമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ലേണർ സെൻറ്റർ എഡ്യൂക്കേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലേണർ സെൻറ്റർ എഡ്യൂക്കേഷൻ, വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനം. ഇപ്പോൾ കണ്ടുവരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഏത് അപ്രോച്ചായിരിക്കും നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഓരോ ക്ലാസ് റൂമിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട അധ്യാപന സമീപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്ത് തന്നെയാണ്? ലേണർ സെൻറ്റേർഡ് തന്നെയായിരുന്നു. പണ്ട് കാലങ്ങളിലായിരുന്നു നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തിലും മറ്റുമാണ് ടീച്ചർ സെൻറ്റേർഡ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. ഈ കാലങ്ങളിലായിട്ട് നമ്മൾ NEP എടുത്താലും അതുപോലെ തന്നെ മാറി മാറി വരുന്ന ഓരോ അധ്യാപനവുമായി ബന്ധപ്പെട്ട ഓരോ പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോഴും അതിലെല്ലാവരും സ്പെസിഫിക്കലി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ലേണർ സെൻട്രിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. പ്രൊഫഷണൽ പ്രവർത്തനം. അധ്യാപനത്തിന് പ്രത്യേക പരിശീലനവും അറിവും ആവശ്യമായതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ പഠിക്കുന്ന TTC ആയിക്കോട്ടെ, അല്ലെങ്കിൽ DLED ആയിക്കോട്ടെ, B.Ed ആയിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ പ്രൊഫഷണൽ കോഴ്സായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇതിന് പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിലെല്ലാം പരിചയ സമ്പത്ത് നേടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ഇറങ്ങുന്നത്. ആ പരിശീലനവും അറിവും സ്വായത്തമാക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാം. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? അധ്യാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അറിവ് പകരൽ, വിഷയത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, അതായത് കുട്ടിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ തുടങ്ങുന്നു. പക്ഷേ കേവലം അറിവ് പകരൽ മാത്രമല്ല അധ്യാപനമെന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് വരുന്നതാണ് സ്വഭാവ രൂപീകരണം. കുട്ടികളിൽ നല്ല മൂല്യങ്ങളും സ്വഭാവവും വളർത്തിയെടുക്കുക. ഇനി പഠിച്ച കാര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ പ്രയോഗിക്കാൻ പ്രാപ്തരാക്കുക, അതിനെയാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. ഇനി നൈപുണ്യ വികസനം, വായന, എഴുത്ത്, വിമർശനാത്മക ചിന്ത എന്നിവ വളർത്തുന്നതിനെയാണ് നമ്മൾ നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ കുട്ടിയും ഓരോ പ്രായത്തിലും നേടിയെടുക്കേണ്ടതായിട്ടുള്ള സ്വഭാവമായിക്കോട്ടെ, പ്രായോഗിക ബുദ്ധി ആയിക്കോട്ടെ, നൈപുണ്യമായിക്കോട്ടെ, അതായത് അവരുടെ സ്കില്ലായിക്കോട്ടെ, ഇതെല്ലാം ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മൾ അവരിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്നു. സാമൂഹിക ബോധം, സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി കുട്ടികളെ മാറ്റുക, ഇവയാണ് പ്രധാനപ്പെട്ട ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്.
അധ്യാപനത്തിന് വിവിധ തലങ്ങളുണ്ട്, ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. ഈ മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുമുണ്ട്. ഈ 3 ലെവൽസുമായി ബന്ധപ്പെട്ട വ്യക്തികളുമുണ്ട്. ആ വ്യക്തികൾ ആരൊക്കെയാണെന്നും എക്സാംസിന് ചോദിക്കാറുണ്ട്. ഒന്നാമത്തത് മെമ്മറി ലെവലാണ്, രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, മൂന്നാമത്തത് റിഫ്ലക്റ്റീവ് ലെവൽ. മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി തലം. ഇത് മുന്നോട്ട് വച്ചത്, ഇത് കൊണ്ടുവന്നത് ഹെർബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. വസ്തുതകൾ കാണാതെ പഠിക്കുന്നതിനാണ് ഇവിടെ പ്രാധാന്യം. റോഡ് മെമ്മറൈസേഷൻ പണ്ട് കാലങ്ങളിൽ കൂടുതലായി ഫോളോ ചെയ്തു വന്നിരുന്ന രീതിയാണ് കാണാതെ പഠിക്കൽ അല്ലെങ്കിൽ റോഡ് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനത്തെയാണ് മെമ്മറി ലെവൽ. ഇപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ മെമ്മറി ലെവലിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ മെമ്മറി ലെവലിൽ ഉൾപ്പെടുന്നു. ഇത് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഹെർബർട്ടാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അഥവാ ഗ്രഹണതലം, മോറിസൺ ആണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ മോറിസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ രണ്ടാമത്തെ തലമായ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പഠിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്ന ഇതിൻ്റെ വക്താവ്. കാര്യങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. ഈ തലത്തിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് പഠിച്ച കാര്യം മറ്റു കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാനും സാധിക്കുന്നു. ഏറ്റവും ഉയർന്ന ലെവലായി കണക്കാക്കുന്ന ലെവലാണ് മൂന്നാമത്തെ റിഫ്ലക്റ്റീവ് ലെവൽ, ചിന്താപരമായ തലമാണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിൻ്റെ വക്താവ് ഹണ്ടാണ്. കുട്ടികൾ സ്വന്തമായി ചിന്തിക്കാനും പ്രശ്നപരിഹാരത്തിനും ശ്രമിക്കുന്ന ഉയർന്ന തലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇവിടെ കുട്ടികൾ വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, അവർ സ്വയം ചിന്തിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഉയർന്ന തലമാണ് റിഫ്ലക്റ്റീവ് ലെവൽ. കൂടുതലായിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും ഉയർന്ന തലം ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അടിസ്ഥാന വസ്തുതകളാണ്. ഇത് മൂന്നും ഡീറ്റെയിലായി തന്നെ മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അധ്യാപകൻ്റെ പങ്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ അധ്യാപന രീതിയിൽ അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ, വഴികാട്ടി അഥവാ ഗൈഡ്, സുഹൃത്ത്, ഫ്രണ്ട് എന്നീ നിലകളിലാണ് ആധുനിക അധ്യാപകൻ അറിയപ്പെടുന്നത്. അടുത്ത അധ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂക്ഷ്മ അധ്യാപനം, മൈക്രോ ടീച്ചിങ്. ഇത് അധ്യാപകൻ്റെ തന്നെ സ്കിൽസ് വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് വികസിപ്പിച്ചെടുത്തത് DW അലലാണ്. ഏതൊക്കെയാണ് അധ്യാപകൻ്റെ സ്കിൽസ് എന്നും മൈക്രോ ടീച്ചിങ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൺസ്ട്രക്റ്റിവിസം അഥവാ നിർമ്മിതീവാദം ഇന്നത്തെ വിദ്യാഭ്യാസവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കൺസ്ട്രക്റ്റിവിസം അഥവാ നിർമ്മിതീവാദം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് പിയാഷെ, വൈഗോട്സ്കി എന്നിവർ. ഇവരാണ് ഇതിനെ കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്തത്. കുട്ടി സ്വന്തമായി അറിവ് നിർമ്മിക്കുന്നു എന്ന സിദ്ധാന്തമാണ് കൺസ്ട്രക്റ്റിവിസം മുന്നോട്ട് വയ്ക്കുന്നത്. അഥവാ ഇതന്നെയാണ് നമ്മളിതെന്ന് പറയുന്നത് നിർമ്മിതീവാദം. അതിൽ നിന്ന് തന്നെ പഠിക്കുക, കുട്ടി സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നു, അറിവിനെ കുട്ടി സ്വന്തമായി നിർമ്മിച്ച് എടുക്കുന്നു. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ നിന്ന്, ടീച്ചിങ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അധ്യാപനം ഒരു ത്രിധ്രുവ പ്രക്രിയയാണെന്ന് അഥവാ ട്രൈപോളർ പ്രോസസ്സാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്? ജോൺ ആഡംസ്, ജോൺ ഡൂയി, പിയാഷെ, സ്കിന്നർ. ആരാണ് അങ്ങനെ പറഞ്ഞത്? അതെ, ജോൺ ഡൂയി ആണ് അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെയാണ് 3 തലങ്ങൾ അല്ലെങ്കിൽ 3 പ്രോസസ്സ് ഉൾപ്പെടുന്നത്: അധ്യാപകൻ, വിദ്യാർത്ഥി, പാഠ്യപദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അധ്യാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് 3 ലെവൽ എന്ന് പറയുന്നത്. മെമ്മറി ലെവൽ, അത് കൊണ്ടുവന്ന ഹെർബർട്ടായിരുന്നു. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, അത് കഴിഞ്ഞ് റിഫ്ലക്റ്റീവ് ലെവലാണ് ഇതിൽ ഏറ്റവും ഉയർന്ന തലമായി കണക്കാക്കുന്നത്. ഇത് കൊണ്ടുവന്നത് ഹണ്ടായിരുന്നു. അടുത്തത് മൈക്രോ ടീച്ചിങ്, സൂക്ഷ്മ അധ്യാപനം. എന്താണ് സൂക്ഷ്മ അധ്യാപനം? പ്രധാനമായി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്ലാസ് റൂം അച്ചടക്കത്തിന്, പരീക്ഷ നടത്തിപ്പിന്, അധ്യാപന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിന്, സിലബസ് തീർക്കാൻ. കുറേ ചോദ്യങ്ങൾ നമുക്കിതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ നടത്തുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ക്ലാസ് റൂം അച്ചടക്കത്തിനല്ല സൂക്ഷ്മ അധ്യാപനം ഉപയോഗിക്കുന്നത്, പരീക്ഷ നടത്തിപ്പിനല്ല, സിലബസ് തീർക്കാനല്ല എന്ന് ഓപ്ഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സൂക്ഷ്മ അധ്യാപനം ഉപയോഗിക്കുന്നത് അധ്യാപന നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ ടോപ്പിക്കിൻ്റെയും പ്രധാനപ്പെട്ട പോർഷൻസ് കവർ ചെയ്ത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് റിവിഷൻ ക്ലാസ്സുകളും ചെയ്യാം. താഴെ പറയുന്നവയിൽ അധ്യാപകൻ്റെ ഫെസിലിറ്റേറ്റർ എന്ന പങ്കിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? കുട്ടികൾക്ക് നിർദ്ദേശം നൽകുക,
അറിവ് നിർമ്മിക്കാൻ കുട്ടികളെ സഹായിക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക, ഉത്തരങ്ങൾ ബോർഡിൽ എഴുതി കൊടുക്കുക, ഇവയൊന്നും അല്ല എന്താണ് അറിവ് നിർമ്മിക്കാൻ കുട്ടികളെ സഹായിക്കുക. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഫെസിലിറ്റേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവ് നിർമ്മിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ. അതാണ് ഫെസിലിറ്റേറ്റർ എന്ന പങ്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.